ഒരു മുൻ പാർലമെൻറ്റ് അംഗം കൂടിയാണ്. ആ നിലയ്ക്കും സി പി എമ്മിൻ്റെ സമുന്നതനായ ഒരു നേതാവ് എന്ന നിലയ്ക്കുമൊക്കെ സീതാറാം യെച്ചൂരിയെ പോലൊരു വലിയ നേതാവിൻ്റെ വിയോഗം പാർട്ടിക്ക് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സൃഷ്ടിക്കുന്ന ഒരു നഷ്ടം അത് എത്രമാത്രമാണ്? ഇപ്പോൾ സി എസ് സുജാതയെ പോലൊരാൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് അത് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും സീതാറാം യെച്ചൂരിയുടെ വേർപാട് സി പി എമ്മിന് മാത്രമല്ല ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും രാജ്യത്തെ മതനിരപേക്ഷ പ്രസ്ഥാനത്തിനുമെല്ലാം, അതായത് മതേതരവാദികളായ ഓരോ ആളുകൾക്കും സീതാറാമിൻ്റെ ഈ വേർപാട് താങ്ങാൻ കഴിയുന്നതല്ല. SFI കാലം മുതലുള്ളൊരു സി എസ് സുജാതയൊക്കെ SFI കാലത്ത് അതെ ഞാൻ ഓർക്കുന്നു. ആദ്യമായിട്ട് യെച്ചൂരിയുടെ അതിഗംഭീരമായിട്ടുള്ള പ്രസംഗം കേട്ടിട്ടുള്ള മുഹൂർത്തങ്ങൾ, അദ്ദേഹം മറ്റു വിദ്യാർത്ഥി നേതാക്കളോടൊപ്പമുള്ള സംസാരം, ഇടപെടൽ, അത് ഇപ്പോൾ കൊല്ലത്ത് വെച്ച് നടന്ന SFIയുടെ സംസ്ഥാന സമ്മേളനം. ആ സംസ്ഥാന സമ്മേളനത്തിലെ ഒരു പ്രതിനിധിയായിരുന്നു ഞാൻ. അന്ന് വിദ്യാർത്ഥി SFIയിൽ സജീവമായി വരുന്ന സമയമാണ്. സഖാവ് NSൻ്റെ മരണം ആ സമ്മേളനം ഒരു ദിവസം കൊണ്ട് തീർക്കുകയുണ്ടായി. എന്നിട്ട് ആ സമ്മേളനം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും NSൻ്റെ ഭൗതിക അദ്ദേഹത്തെ അനുഗമിച്ച് ആലപ്പുഴ എത്തിയപ്പോഴുണ്ട് സീതാറാം യെച്ചൂരി ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ആലപ്പുഴ വന്നു. അടക്കം കഴിഞ്ഞിട്ട് പാർട്ടി ഓഫീസിലെ പഴയ ചാരുബെഞ്ചിൽ കിടന്ന് ഉറങ്ങി അവിടുത്തെ സഹാക്കളോടൊപ്പം ചന്ദ്രബാബു സാറിനോടൊക്കെ ഒപ്പം തട്ടുകടയിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു മടങ്ങിപ്പോകുന്ന യെച്ചൂരിയെക്കുറിച്ച് ഇന്നലെയും പഴയ SFI നേതാക്കന്മാരെല്ലാം അയവിറക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 1986 ആലപ്പുഴ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനം. ആ സംസ്ഥാന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സഖാവ് യെച്ചൂരിയാണ്. അതിഗംഭീരമായ അദ്ദേഹം കഴിഞ്ഞിട്ടില്ല, SFI വിട്ടു അല്ലേ? SFI വിട്ടു. അദ്ദേഹം SFI വിടുന്നത് പിന്നെ കൽക്കട്ട നമ്മുടെ വിജയവാഡ സമ്മേളനത്തിലാണ്. ഞങ്ങളെല്ലാം സമ്മേളന പ്രതിനിധികളാണ്. വിജയവാഡ സമ്മേളനത്തിൽ യെച്ചൂരി ധരിച്ച ഡ്രസ്സ് പോലും ഞങ്ങളെല്ലാം ഓർക്കുന്നു. അപ്പോൾ അന്ന് യെച്ചൂരി സമ്മേളനത്തിൽ സ്വാഭാവികമായും അദ്ദേഹം അതിഗംഭീരമായ ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തിയിട്ടുണ്ടാവണം. ഗംഭീരമായ വിടവാങ്ങൽ പ്രസംഗം. വിജയരാഘവൻ പിന്നെ പ്രസിഡൻ്റായിട്ട് വരുന്ന സമ്മേളനമാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ SFIക്കാർക്ക് അതൊന്നും മറക്കാൻ കഴിയില്ല. അന്ന് ലീലാസുന്ദരയ്യ ആ സമ്മേളനത്തിൽ ഇങ്ങനെ ഓടി നടന്ന് പ്രവർത്തിച്ചൊക്കെ ഞാൻ അതും ഓർക്കുകയാണ്. അപ്പോൾ യെച്ചൂരിയുടെ അന്നത്തെ ആ അതിഗംഭീരമായിട്ടുള്ള പ്രസംഗം, അതായത് എങ്ങനെയായിരിക്കണം പുതിയ തലമുറ, ആ തലമുറ എങ്ങനെയായിരിക്കണം രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഭാവി. അപ്പോൾ അന്നേരമൊക്കെ പറയുന്ന ഈ നമ്മൾ പറയില്ലേ ദീക്ഷണാശാലി എന്നാൽ വളരെ ലളിതമായി എല്ലാവരും ഇടപെടുന്ന വിദ്യാർത്ഥി നേതാവ് നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിലെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേട്ടിട്ട് അവിടെ വെച്ച് തന്നെ പിന്നെ കേരളത്തിലെ മറ്റു പല സമ്മേളനങ്ങൾക്കും അദ്ദേഹത്തെ ബുക്ക് ചെയ്തു പോയ കാര്യവും ഇന്നലെ ഞങ്ങൾ അയവിറക്കുകയുണ്ടായി. പിന്നീടാണ് ഓരോ ഘട്ടത്തിലും ആലപ്പുഴയിലും കേരളത്തിലുമൊക്കെ വരുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥി സംഘടനയും മകളെ പ്രവർത്തകയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ബന്ധം സൂക്ഷിക്കാൻ സാധിച്ചു. എങ്കിലും ഒരുപാട് അതിൻ്റെ ഒരു പരിമിതി ഉണ്ടാവുമല്ലോ. പക്ഷേ 2004 പാർലമെൻറ്റ് അംഗമായി വരുന്ന ഘട്ടം, അപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ പ്രചരണത്തിന് യെച്ചൂരി സാഹു വന്നിട്ടുണ്ടായിരുന്നു. കാരണം മാവേലിക്കരയിൽ ഇടതുപക്ഷം ചരിത്രത്തിൽ ആദ്യമായി CPM ജയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ വന്ന ഘട്ടത്തിൽ MP ആയി വന്ന ഘട്ടത്തിൽ 2005 യെച്ചൂരി പാർലമെൻറ്റ് അംഗമായി വരുന്നു. യെച്ചൂരി അപ്പോൾ നമ്മൾ കേൾക്കുന്ന ഇതാണല്ലോ, അതായത് 1ാം UPA ഗവൺമെൻറ്റിൻ്റെ രൂപീകരണത്തിൽ സൗസുർജിത്തിനോടൊപ്പം അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക്, ഈ നിയമനിർമ്മാണങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയാണ് അതെ പൊതു മിനിമം പരിപാടി തയ്യാറാക്കുന്നതിനുള്ള പങ്ക് അദ്ദേഹവും വൃന്ദാക്കാരാട്ടുമെല്ലാം വന്നുള്ള രാജ്യസഭ എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. പിന്നെ യെച്ചൂരിയുടെ സെൻട്രൽ ഹാളിൽ യെച്ചൂരി വരുന്നു. യെച്ചൂരി വരുമ്പോൾ യെച്ചൂരിയുടെ ചുറ്റിനും എല്ലാവരും കൂടും. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ MP മാരുണ്ടല്ലോ. പിന്നെ യെച്ചൂരിയുടെ കോർണർ, അതിനെക്കുറിച്ച് യെച്ചൂരീസ് കോർണർ ഉണ്ടല്ലോ, യെച്ചൂരീസ് കോർണർ ഉണ്ട് സെൻട്രൽ ഹാളിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര കാര്യമാണ്. ഞാൻ എപ്പോഴും ഓർക്കും. ഇപ്പോൾ ലാലു പ്രസാദ് യാദവിൻ്റെ അടുക്കൽ ഞങ്ങൾ ഓരോന്ന് പറയാൻ ചെല്ലുമ്പോൾ ലാലു പ്രസാദ് അദ്ദേഹം തമാശയ്ക്ക് പറയും സുജാത എന്ന യാദവ ശ്രീ ആണ് ബുദ്ധ ഭഗവാന് പാൽപ്പായസം കൊടുക്കും. അപ്പോൾ ഇച്ചിരി കളിയാക്കി പറയും, എന്നാൽ പിന്നെ സുജാതയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് നിങ്ങൾ കുറച്ചധികം എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൂടെ. അതെല്ലാം അതെല്ലാം ഇന്നലെയൊക്കെ ആയിരുന്നു ഓർക്കുകയായിരുന്നു. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി പ്രവർത്തനവും അത് ലോകപ്രശസ്തമാണല്ലോ. JNUവിലെ ആ കാലമെല്ലാം അന്നും ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും പറയുമല്ലോ, ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ പ്രമേയം കുറ്റവിചാരണ ചെയ്യുന്ന ഇന്ദിരാഗാന്ധി ഇങ്ങനെ യെച്ചൂരി സംസാരിക്കുമ്പോൾ സാഹൂതം നോക്കി നിൽക്കുന്ന ചിത്രമൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആണ്. അങ്ങനെ എന്തെല്ലാം ഓർമ്മകളാണ് യെച്ചൂരിയെക്കുറിച്ച് പങ്കുവെക്കാനുള്ളത്. ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ യെച്ചൂരിയോടൊപ്പം വിയറ്റ്നാം സന്ദർശിക്കാൻ അവസരം കിട്ടി. അതിനു മുമ്പുള്ള ചൈനീസ് ഡെലിഗേഷൻ നയിക്കാനൊരവസരം എനിക്കുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം MA ബേബി സാഹു ഒക്കെ നമുക്കൊരു ക്ലാസ് എടുത്ത് എങ്ങനെയായിരിക്കണം
നിങ്ങൾ അവിടെ ചെന്നാൽ പെരുമാറണ്ടേ? അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഫംഗ്ഷനിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം ഓരോ പ്രതിനിധികളും ഇടപെടേണ്ടത്, നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് ചെല്ലുന്ന ആളുകൾ, അതെല്ലാം കൃത്യമായിട്ട് നമുക്ക്. മാത്രമല്ല അവിടെ ചെന്നപ്പോൾ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സീതാറാം യെച്ചൂരിയും ഒക്കെ തമ്മിലുള്ള ഒരു അടുപ്പത്തെക്കുറിച്ചും ആ ബന്ധത്തെക്കുറിച്ചും ആ സൗഹൃദമൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഈ 5 ദിവസത്തെ യാത്രയെന്ന് പറയുന്നത് മറക്കാൻ പറ്റത്തില്ല. ആ യാത്രയിൽ നമ്മളവർക്ക് അവരെ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. അപ്പോൾ യെച്ചൂരി ചോദിക്കും, എല്ലാവർക്കും കൊടുക്കാനുള്ള നമ്മുടെ കയ്യിലുണ്ടോ? അപ്പോൾ ഞങ്ങൾ പറയും എല്ലാവർക്കും കൊടുക്കാനുള്ള നമ്മുടെ കയ്യിലുണ്ട്, സാവിന് ഒരാശങ്കയും വേണ്ടെന്ന് പറയും. എന്നിട്ട് അവിടെ ചെന്ന് ഞാൻ ഓർക്കുന്നു മാഡം മായുമായിട്ടുള്ള ഡിസ്കഷൻ, അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 2ാം സ്ഥാനം ഈ മാഡം മാ. അപ്പോൾ ഇച്ചിരി പറയും സ്ത്രീകൾക്ക് എത്രമാത്രം പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട്, അവിടുത്തെ മറ്റേദ്ദേഹം സുഖമില്ലായിരിക്കും, ഇവരാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള അടുത്ത ലീഡർ. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് യെച്ചൂരിയെ അവർ എങ്ങനെയാണ് കാണുന്നതെന്ന് അന്ന് അവിടെ വെച്ച് മനസ്സിലായി. അതുമാത്രമല്ല യെച്ചൂരി വിയറ്റ്നാം വിപ്ലവ കാലത്ത് JNUവിൻ്റെ ക്യാമ്പസ് എങ്ങനെയായിരുന്നു, വിപ്ലവം ജയിച്ച ശേഷം എംബസിയിലേക്ക് JNUവിലെ കുട്ടികളാകെ നടത്തിയ ഒരു മാർച്ച് യെച്ചൂരിയുടെ നേതൃത്വത്തിൽ. ആ എംബസി ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ അടുക്കളയിലിരുന്ന സാധനങ്ങളടക്കം, കഴിക്കാനുള്ള സാധനങ്ങളടക്കം കൊണ്ടു കൊടുത്തതെല്ലാം യെച്ചൂരി ആവേശത്തോടെ അവിടെ ഉണ്ടായിരുന്ന വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരോട് പങ്കുവച്ചതിൽ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ അതുപോലെ ഫുഡിനെ സംബന്ധിച്ച് അപ്പോൾ യെച്ചൂരിക്ക് ലോകത്തെ എല്ലാ ഭക്ഷണത്തെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ നമ്മളോട് പറയും നിങ്ങൾ ടേസ്റ്റ് ചെയ്യ്, അത് നമ്മുടെ കൂട്ട് മസാലയൊന്നും യൂസ് ചെയ്യത്തില്ല, വളരെ സിമ്പിളാണ്, ബട്ട് വളരെ ടേസ്റ്റിയാണ്, അത് വെച്ച് വളരെ കറക്റ്റാണ്. അപ്പോൾ ഓരോന്നിനെ സംബന്ധിച്ച് ഞാൻ ഓർക്കുന്നു, അവിടെ ഹോട്ടലിൽ ചെന്നപ്പോൾ ഈ നമ്മുടെ ചക്ക അവരൊരു ഭാഗത്ത് ഇങ്ങനെ ചുളയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ സുജാത നോക്കൂ, ദേ ജാക്ക് ഫ്രൂട്ട് അവിടെ ഇരിക്കുന്നത്, നിങ്ങളുടെ ചക്ക, കേരളത്തിൻ്റെ ചക്ക കേരളത്തിൽ ഇങ്ങനെ യൂസ് ചെയ്യുമോ, അവരെത്ര നന്നായി മാർക്കറ്റ് ചെയ്യുന്നു, അതെല്ലാം കൃത്യമായിട്ട് യെച്ചൂരി നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ആ യാത്ര 5 ദിവസത്തെ ആ യാത്ര വിയറ്റ്നാം വിപ്ലവമൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മളിങ്ങനെ കാണുന്ന പോലെ യെച്ചൂരി അത് വിശദീകരിച്ച് തന്നു. എന്നിട്ട് പണ്ടത്തെ വിയറ്റ്നാം എങ്ങനെയായിരുന്നു, ഫ്രഞ്ച് അധിനിവേശം, അതിന് ശേഷമുള്ള വിയറ്റ്നാം വിപ്ലവത്തിൻ്റെ തയ്യാറെടുപ്പ്, ഹോച്ചിമിൻ എങ്ങനെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തിരുന്നത്, അദ്ദേഹം മരണത്തോടടുക്കുന്ന സമയത്ത് ഭയങ്കര മഴ വന്നപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയെങ്കിലും അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടെന്ന്, അത് കരകവിഞ്ഞൊഴുകിയിട്ടുണ്ടാവും, അപ്പോൾ ആളുകളെയൊക്കെ പുനരധിവസിപ്പിച്ചോ, ഇതെല്ലാം യെച്ചൂരി വളരെ കൃത്യമായി ആ സംഭവം ഹോച്ചിമിൻ്റെ മരണസമയത്തുണ്ടായിരുന്ന കാര്യങ്ങളടക്കം ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ യെച്ചൂരി ഒരു സർവകലാശാലയായിരുന്നു. നമ്മൾ പറയില്ലേ, വളരെ വളരെ ക്ലാരിറ്റിയോടെ ഓരോ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ യെച്ചൂരിക്ക് കഴിയും. അതോടൊപ്പം തന്നെ വളരെ ലളിതമായി യെച്ചൂരി ഇടപെടുകയും ചെയ്യും. അതാണൊരു പ്രത്യേകത. അപ്പോൾ യെച്ചൂരി മരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ഒരാൾ മരിച്ച, നമ്മുടെ ഒരു സഹോദരൻ മരിച്ച ഒരു സങ്കടമാണ്, കാരണം വേദനയാണ്. അത് പാർട്ടി ഓഫീസിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് വന്ന ഘട്ടത്തിൽ അത് കഴിഞ്ഞ് ഓഫീസിൽ വന്നു, അവിടുത്തെ അടുക്കളയിൽ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരുടെയും വർത്തമാനം പറഞ്ഞ് പോയ യെച്ചൂരിയെ നമുക്കങ്ങോട്ട് മറക്കാൻ കഴിയില്ല. യെച്ചൂരിയുടെ വേർപാട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല ലോകത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി ഇത്രയധികം ബന്ധവും അടുപ്പവും കാത്തു സൂക്ഷിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ നഷ്ടം നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്.